ആശാനെ സെറ്റപ്പ് കൊള്ളാട്ടോ. കണ്ടു കഴിഞ്ഞാൽ വാർക്കപ്പണിക്കാരനാന്ന് കണ്ടാ പറയത്തില്ല. പിന്നെ സെറ്റപ്പ് അത് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാ കേട്ടോ. എങ്ങനെയുണ്ട്? ഭയങ്കര ലുക്കാ. നമ്മളെ ഈ വാർക്കപ്പണി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോ വെയിലും കൊള്ളണം, ചെയ്താ പണിയെടുത്ത് പൈസയും തരൂല്ല. അത് തന്നെ അല്ല, ഇപ്പൊ ബംഗാളികൾക്ക് ഭയങ്കര മാർക്കറ്റ് ആണല്ലോ. അതെ, നമ്മളെ ആർക്കും വേണ്ട. അവന്മാര് വന്നോഴി ഇപ്പൊ കേരളത്തിൽ പണിയിലാണ്ടായല്ലോ. വാർക്കപ്പണി ചെയ്യാൻ അവന്മാര് വന്ന അത് കൈയടക്കി. പിന്നെ മീൻകച്ചവടം ചെയ്ത് അവിടെയും ആൾക്കാർ വന്ന് കൈയടക്കി. പിന്നെ ആരും കൈയെടുക്കാത്ത ഒരു മേഖല ഞങ്ങൾ കണ്ടടിച്ച് മിമിക്രി. ഇപ്പൊ അവിടെയും വന്നിട്ടുണ്ട് ഹിന്ദിക്കാര്. ഇതാവുമ്പോ ആരും അങ്ങ് കൈയടക്കൂല്ലോ. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് എനിക്ക് വേറെ സംഭവമുണ്ട്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന സമയം സത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണോ? സത്യം പറഞ്ഞ എടാ ഉള്ളതാ, സത്യമുള്ള കാര്യമായിട്ട് ഇത്. പിന്നെ ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്ന നല്ല നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്, ജ്യോതിഷന്മാരുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ പോലെ ഇങ്ങനെ ഉടായിപ്പ് ജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവര് വേറെ. അതെ അതെ, അത് കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ തന്നെ പൊളിയും തോന്നുന്നു. എന്താ ആശാൻ ഒരു കാര്യം ചെയ്യണം. എന്നാടാ? ഇല്ലത്തെ ഭാഷ സംസാരിക്കണം. ഇല്ലാത്ത ഭാഷ സംസാരിക്കാനോ? ഇല്ലത്തെ ഭാഷ സംസാരിക്കണം. ഇക്ക ചേർത്ത് പറയണോന്ന്. ഇനി ഇക്കാനെ കൂടെ വിളിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കണം. എന്റെ ഒന്നും ഇക്ക എന്ന് പറയുന്നത് അതല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, വരിക, ഇരിക്ക, കിടക്ക, നിക്ക, അങ്ങനെയൊക്കെ ചേർത്ത് നമ്പൂരി ഭാഷ. അല്ലെ മൊത്തം പൊളിയും. ഇങ്ങനെ വരിക, അങ്ങോട്ട് നീങ്ങി നിൽക്ക, അവിടെ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതല്ലേ സംഭവം? അത് തന്നെ, അത് ഓക്കെ. അത് ഞാൻ കറക്റ്റ് ചെയ്തോളാണ്. അതൊന്നും വിഷയമൊന്നുമല്ല, കേസല്ല. നീ ആ ഇതൊക്കെ എടുത്തേ പലക. പിന്നെ ആ ബോർഡ് എഴുതുമ്പോ നാളെ വേറൊരു ബോർഡും കൂടെ എഴുതിയേക്കണേ. എന്നാ സാറേ? മഷിനോട്ടം ചെയ്ത് കൊടുക്കപ്പെടും. എനിക്കറിയാമല്ലോ, ഞാൻ നോക്കൂല. നീ ചെയ്യണ്ടെന്ന് ഇതൊന്നും എന്നെ കൊണ്ട് പറഞ്ഞില്ല. ഞാൻ ചെയ്തോളാ. ആര് ഇത് എവിടുന്ന് പഠിച്ചു ടെക്നിക്കൊക്കെ? ഇന്നലെ 150 രൂപയുടെ ഒരു പുസ്തകം മേടിച്ച് രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കൊളിച്ചെന്ന് പഠിച്ചിട്ടുണ്ട് ഞാൻ. കാശുണ്ടാക്കാൻ തീരുമാനിച്ചേക്കാം. പിന്നെ അല്ലാതെ സത്യം പറഞ്ഞാൽ ആശാൻ, ശരിക്കും പറഞ്ഞാൽ ഈ മഷിനോട്ടം എന്ന് പറഞ്ഞ സംഭവം എന്നാ? മഷിനോട്ടം അതറിയാൻ പാടില്ലേ? ഇല്ല. ഈ വെറ്റിലെടുക്കുക, എന്നിട്ട് കുറച്ച് മഷി അതിനകത്ത് അങ്ങോട്ട് പെരട്ടുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാണല്ലോ കാണാൻ പറ്റും. സത്യം. എന്നാ ആശാൻ ഒരു 2 വെറ്റിലെടുത്ത് പെട്ടെന്ന് മഷി തേക്ക്. എന്തിനാടാ? ഞാൻ ബാഹുബലി 2 കണ്ടില്ല, അത് നമുക്ക് 2 പേരും കൂടെ കാണാലോ. അതുകൊണ്ടാ കുത്തി കൊല്ലു ഞാൻ. അങ്ങനെയുള്ള സംഭവം ഒന്നും കാണാൻ പറ്റൂല. അല്ല, കാണാന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ കിന്നാരത്തമ്മ 3 തവണ കണ്ടേ. 3 വെറ്റില്ല അതിനകത്ത് തുടച്ചു കളഞ്ഞത് ഞാൻ. അയ്യോ, എന്നാ പിന്നെ അതാണ്ടേ ആൾക്കാർ കാണുമ്പോ ഒരു വിശ്വാസം. പലങ്ങ എടുക്കേ. ഈ കൊരണ്ടി എവിടെ കണ്ടേ? കൊരണ്ടി അല്ല, ഇത് പലകയാണത്. ഇതിനകത്ത് ഇതൊക്കെ കാണിച്ചാലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അതൊക്കെ എടുത്ത് നോക്കി വെക്ക്. എടുത്തോ. ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. എന്നാ സംഭവം? ഇത് പൂ കുബൂസോ? കുബൂസ് അല്ലത്. പിന്നെ പൂന്ന് പറഞ്ഞ കുജൻ, ഭൂ ബുധൻ, ശുക്രൻ. എന്നാ ഷീ എടുത്ത് നടുക്കോട്ട് ഇടുവാണെങ്കിൽ കുശുബൂന്ന് വായിക്കുകയും ചെയ്യാൻ, കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും. നീ ആള് കൊള്ളാലോടാ. മറ്റേ പെട്ട സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത്. കുഴമ്പാ? കുഴമ്പല്ലേ, പിന്നെ വെളുത്ത സാധനം ഇല്ല, ഇങ്ങനെ പെരട്ടില്ല ആൾക്കാർ. അവരിങ്ങനെ തടവൂലേ? പേരെന്താണ്? കബഡിയാണോ? കബഡി ആണ്ട കിടക്കണം. എടുക്കാത്. അത് ഞാൻ ഇന്നലെ ആശാന്റെലേക്ക് തന്നല്ലേ. ഇതെല്ലാം ഇല്ലാത്ത സാധനമൊക്കെ എന്നോട് ഞാൻ കൈ തന്നല്ലേ ഇന്നലെ. എപ്പാ? ഇന്നലെ കിഴക്കല്ല സുധാറിന്റെ വീട്ടിൽ പ്രശ്നം വെക്കാൻ പോയി. അവിടെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അന്നേരം സാധനം എടുത്ത് കയ്യിലോട്ട് തന്നാണേ. നീ എന്റെ തന്നല്ലേ? തന്നു. ഓർത്ത് നോക്ക എവിടെ കൊണ്ട് വെച്ചേക്കണേന്ന്. നീ എന്റെ തന്ന് ഞാനത് ആ സഞ്ചിയിലേക്ക് ഇടുന്ന ഓർമ്മയുണ്ട്. പിന്നെ പ്രശ്നം കൂടിയപ്പോഴത്തേക്ക് ഞാൻ ഉടനെ തന്നെ സൈക്കിളിന്റെ ഹാൻഡ്ബാറിൽ തൂക്കിട്ട് എഴുന്നേറ്റ് നിന്നാ ചവിട്ടിയതാ സൈക്കിള്. നീ കയറിയില്ലായിരുന്നല്ലേ? എന്നെ കയറ്റിട്ട് പിന്നെ ഞാൻ നോക്കാൻ സമയം ഉണ്ടായില്ല. ഞാനവിടെ പോണ വഴിക്ക് ഒരു ബീവറേജിൽ പോയി ഒരു പൈന്റും മേടിച്ച് നേരെ സുധയുടെ വീട്ടിൽ ഇരിപ്പുണ്ട് സാധനം. വെറുതെ അല്ല. ആരുടെ വീട്ടില? സുധയുടെ വീട്ടിൽ. എന്നാ സുധ ഇട്ട് ഉരുട്ടെ, അല്ലാതെ ഇപ്പൊ ഞാൻ ചെയ്യാനാ. എടാ, ഇപ്പൊ അവര് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഊറ്റി കാണിക്കണ്ടടാ. നീ പോയിട്ട് എടുത്തോണ്ട് പോകണം. സൈക്കിൾ പരാജയം കേട്ടോ അത്. എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം ചെയ്യ്. ഇന്നലെ ടച്ചിങ്സിന് മേടിച്ച കപ്പലണ്ടി ഉണ്ട്, തൊണ്ട് കളഞ്ഞ, ഞാൻ എടുത്തോണ്ട് വരട്ടെ. അതൊക്കെ അത് ആൾക്കാർക്ക് കാണുമ്പോ ഒരു വിശ്വാസം. പിന്നെ കാണുമ്പോ ഒരു വിശ്വാസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യണം. ഇവിടെ മസാലക്കടല മേടിക്കാത്ത ഭാഗ്യം. കറുത്തിരുന്നേനല്ലേ? ആണോ? ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച കണ്ടു പഠിച്ചോളൂ കേട്ടോ. ഞാനില്ലെങ്കിൽ നീ ജീവിക്കണം. അതാണ് സംഭവം. ഇത് കൂന്, ഇത് കുജന്, ഇത് ബുധന്, ഇത് ശുക്രന്. അപ്പൊ എനിക്കില്ലേ? എന്റെ ഒരു 100 എനിക്കല്ലേ? എനിക്കില്ലാ 100. എടാ, ഇത് കുജനും ബുധനും ശുക്രനും കൊടുക്കാനുള്ള എന്നെ പണി ആശാനെ. ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു പരിചയമില്ലാത്ത കുജനും ബുധനും ശുക്രനും ഒക്കെ 2 കഷ്ണം കൊടുത്തു. വർഷങ്ങളായിട്ട് കൂടെ നടക്കണം. എനിക്ക് 2 കഷ്ണം തരാനില്ല. എന്നെ പണിയോടിക്കലാണ്. എനിക്ക് 2 കഷ്ണം. പരാതി പറയണ്ട.
ആ എന്നാ ഇവിടെ വന്നേ. നിന്നോ. അപ്പൊ എനിക്ക് തിന്നോ. സൂപ്പർ ആണല്ലേ. കേട്ടോ. അപ്പഴേ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. രണ്ടുപേര് വരുന്നുണ്ട്. പന്ത്രണ്ട് ചോദിച്ചാൽ പ്രജുല 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 അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കൊള്ളുക. അല്ല നിന്നാ ശീലം കുഴപ്പമുണ്ടോ? എന്താ അല്ല ഇരുന്ന് മുള്ളാൻ പറഞ്ഞു. മുള്ളാനല്ല പറഞ്ഞേ, ഇരുന്നോളാന്നാ പറഞ്ഞേ. അങ്ങനെയാണോ പറഞ്ഞു? ഇരുന്നോളുക. അല്ല തിരുമേനി ആകെപ്പാടെ ഈ പ്രശ്നമാണ്. എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യം പറയാനാ മെയിനായിട്ട് വന്നേ. ഇതാരേത്? ഇത് ഭാര്യ. ശരിക്കും ഭാര്യ തന്നെയാണല്ലോ അല്ലേ? ആ ശരിക്കും ഭാര്യ. അതിനെ അങ്ങനെ ചോദിച്ചേ. അല്ല പെട്ടെന്ന് ഒരു റെയ്ഡ് കിടന്നാൽ ഞങ്ങളും കൂടെ കുടുങ്ങുകയോ ചോദിച്ചതാ. അല്ല ശരിക്കും ഭാര്യ തന്നെ ആണോ? ആ ഇത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആ. ഈ രാത്രി ഇവിടെ കിടന്ന് എല്ലാരും ഉറങ്ങി കഴിയുമ്പോൾ ഒരു 10-12 മണി രാത്രി ആയി രാത്രിയാകുമ്പോ അതല്ല പറഞ്ഞത്. രാത്രി 10-12 മണി ആയി കഴിയുമ്പോഴേ ആ. ഇവള് കിടന്ന് ചെറുപറ വർത്താനമാ. ആണോ? അതാദ്യം നമുക്ക് നോക്കണം. അത് നോക്കേണ്ട കാര്യമില്ല. ആ ഭാര്യ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ? ആ ഉണ്ട്. ആ മൊബൈൽ അങ്ങ് മേടിച്ച് തല്ലിപ്പൊടിച്ച് കളഞ്ഞാൽ മതി, എല്ലാ പ്രശ്നവും മാറും. അതെങ്ങനെ തീരുമാനിക്കറിയാം? അല്ല എന്റെ ഭാര്യക്കും ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. ആ. നോമ അപ്പൊ തന്നെ ആ മൊബൈൽ അങ്ങനെ മേടിച്ചിട്ട് ഹോമകൂട്ടത്തിലിട്ട് അങ്ങോട്ട് കത്തിച്ചു കളഞ്ഞു. ആ എല്ലാ പ്രശ്നവും മാറി. ഇപ്പൊ പുള്ളിയുടെ അനിയനെ കെട്ടി കോളേജിൽ താമസിക്കുക. ആ ഒരു കുഴപ്പമില്ല. അനിയനുണ്ടോ? അനിയനില്ല. അപ്പൊ ഭാഗ്യം രക്ഷപ്പെട്ടു. ആ അത് തന്നല്ല ഇവക്ക് ആകെപ്പാടെ പ്രശ്നം ഒന്ന് നോക്കണം. നോക്കാലോ? വേറെ പ്രശ്നങ്ങളുണ്ടോ നോക്കണം. വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കണം. അതല്ലേ വേണ്ടുള്ളൂ. നോക്കാലോ. ശിഷ്യ ശിഷ്യ ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക. എന്നാ തിരുമേനി നിന്നെ ഉറുമ്പരിക്കാത്തത് ഭാഗ്യം കേട്ടോ. ആ പെണ്ണുമ്പിള്ളയുടെ വായിട്ട് നോക്കിയിട്ട് നിന്റെ കിറിയെന്ന് തേനൊലിക്കുന്നു. കുറച്ച് കളാം. അതിനെ തിരുമേനി പറഞ്ഞേ. ഇല്ല അതെ മന്ത്രം പറഞ്ഞു കൊടുത്തതാ. അല്ല ഇവിടെ ശരിക്കൊന്ന് നോക്കണം. നോക്കാം. നോം തന്നെ അങ്ങോട്ട് നോക്കിയേക്കാം. നോക്കണം. കൊള്ളാലോ. തിരുമേനി നോക്കി നോക്കിയോ? എങ്ങനെയുണ്ട്? ഇടലും തിരക്കാട്ടോ. എന്താ പറഞ്ഞേ? അല്ല വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. ആ പ്രശ്നങ്ങൾ നോക്കണം. പ്രശ്നങ്ങൾ നോക്കണം അല്ലേ? സ്വാമി ഇദ്ദേഹത്തിന് കൃഷിപ്പണിയാണ്. കൃഷിപ്പണി. കൃഷി ചെയ്തത് മൊത്തത്തില് കടമാണ്. ആഹാ കൃഷി ചെയ്ത് ഒരുപാട് കടകൾ തുറക്കേണ്ട കാര്യമില്ല. ഒരു കട തുടങ്ങിയാൽ മതി. അപ്പൊ കൃഷി നടത്താം, ഒരു കടയുടെ ബിസിനസ്സും ആവുമല്ലോ. അയ്യോ സ്വാമി കട അല്ല കടമാണ്. കടമാണോ? കടമാന്ന് അറിയത്തില്ലാത്ത പോലെ. അപ്പൊ എത്ര രൂപ കടമുണ്ട്? 50,000 രൂപ വരെ കടം. 50,000 രൂപ കടം. 50,000 അല്ല ഒത്തിരി കടമുണ്ട്. സുരേഷിന് കൊടുക്കാനുള്ള 50,000 രൂപ അത് ആദ്യം നമുക്ക് സുരേഷിനെ പൂട്ടണം. സുരേഷ് ആണ് ഇപ്പൊ പ്രശ്നം. അതാണ് അല്ലേ? പ്രശ്നം. അത് നമുക്ക് നോക്കാലോ. കാണുന്നുണ്ട്. സുരേഷിനെയോ? സുരേഷിനെ കാണുന്നുണ്ട്. അതിനോടൊപ്പം എനിക്കോ? അല്ലെ എനിക്കേ കാണാൻ പറ്റുള്ളൂ. ഉള്ളല്ലേ? അതിനിപ്പോ ഒരു പരിഹാരം എന്ന് പറഞ്ഞാലേ 4 പൂജ ചെയ്യണം. ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ 2 ഉണ്ട് ചാക്കിനകത്ത് ഇട്ടോണ്ട് വരാം. ബാക്കി 2 എവിടെ കൊണ്ടുവരും? എന്നാ സാധനം? അല്ലെ പൂച്ച വേണോന്നല്ലേ പറഞ്ഞേ? അതോ പൂച്ചയല്ല, തിരുമേനി പറഞ്ഞത് 4 പൂജ വേണ്ടി വരും എന്നാണ്. അത് ചെയ്യാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ ഒരു പൂജക്ക് 25,000 രൂപ വരും. ചെയ്യാം, കുഴപ്പമില്ല. എത്ര പൂജ ചെയ്യണം സ്വാമി? 4 പൂജ. ഒരു പൂജക്ക് 25,000 രൂപ. 4 പൂജയായപ്പോ 1,00,000 രൂപയായില്ലേ? 1,00,000 രൂപയായിരുന്നു മനുഷ്യ. 1,00,000 രൂപ കൊടുത്ത 50,000 രൂപയുടെ കടവ കൊടുത്തു. 1,00,000 രൂപയ്ക്ക് കടം മാറ്റി വെച്ചിട്ടേ നമുക്ക് 50,000 രൂപ കൈ ഇരിക്കത്തില്ലയോ മനുഷ്യ? അത് ശരിയാ. അപ്പൊ പൂജ വേണ്ട. ഈ പെണ്ണുമ്പിള്ളക്ക് വിവരം കേട്ടോ. അപ്പൊ അല്ല പൂജ വേണ്ട. ഒരു കാര്യം ചെയ്യ്, വേറൊരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കേ. എനിക്ക് ഈ രാത്രി ഭയങ്കര പേടിയാ. അപ്പം പേടി മാറാനുള്ള ഒരു തകിടൂടെ വേണം. പിന്നെ വേറൊരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു മരണം സംഭവിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. മരണം? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അമ്പടാ, ആരാ അത്? നിങ്ങളുടെ അമ്മായിയപ്പൻ. അതെനിക്കറിയാം. പക്ഷെ എന്നെ പോലീസ് പിടിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലേ, സ്ത്രീധനം കുറച്ച് തരാനുണ്ടേ. അപ്പൊ നിങ്ങൾ കരുത്തി കുട്ടി ഇറങ്ങിയേക്കുവാ. അപ്പൊ പേടി മാറാൻ എനിക്ക് ഭയങ്കര പേടിയാ രാത്രി. ഓക്കെ. അപ്പൊ പേടി മാറാനുള്ള ഒരു തകിടൂടെ ജപിച്ചു തരണം. ഈ പൂതനോട് കൂടെ ജീവിച്ചിട്ടും ഇതുവരെ പേടി മാറിയിട്ടില്ലേ? കെട്ടിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യമില്ലാത്തത് എന്നെ കൊണ്ടുവരല്ലെന്ന്. ഒന്നാമത് എനിക്ക് വിശ്വാസമില്ലാത്ത സ്ഥലങ്ങളാ. ഇങ്ങോട്ട് ഇറങ്ങി പറഞ്ഞോണ്ടോ മനുഷ്യൻ? അല്ല പിന്നെ ഞാൻ പോയിട്ട് വരാം. മറ്റേ കൃഷിയുടെ 35,000 രൂപയുടെ തകിട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? വരുവാ. അപ്പൊ ഞാൻ പോയിട്ട് ഇനി വരാം. പോയിട്ട് വരുമ്പോഴേ ഇതിനെ കൊണ്ടുവരണ്ട, ഒറ്റക്ക് വന്നാ മതി. വരും കേട്ടോ. മറ്റേ എടുത്ത് വെച്ചേക്കണം. എടുത്തു വെച്ചേക്കാം. വരുവാ. സ്വഭാവ പെണ്ണുമ്പിളക്ക്
വായിട്ട് നോക്കിയിരുന്നപ്പോഴേ എനിക്ക് തോന്നി ഒന്ന് തരണമെന്ന്. ചോര വന്ന നല്ലതാ. ചോര കണ്ട് തുടങ്ങുന്നത് നല്ലതാന്ന് പറയണേ. ഏലസിന്റെ കാര്യം തന്നെ പറഞ്ഞു. അതെന്താ? എടാ ഈ മനുഷ്യരെ കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൃഷി അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഒരു ഏലസ് വേണമെന്ന് പറഞ്ഞു. ഞാനപ്പോ തന്നെ നമ്മുടെ നല്ല മറ്റേ ജോത്സ്യനുണ്ടല്ലോ, പേരുകേട്ട ജോത്സ്യനെ കൊണ്ട് ഒരു ഏലസ് അങ്ങ് റെഡിയാക്കി വെച്ചു. അതെന്നാ പരിപാടി? 10 രൂപ കിട്ടുമ്പോ വെല്ലോനും കൊണ്ട കൊടുത്തത് ആശാനങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഇതാ പറഞ്ഞ നിനക്ക് ഈ ബിസിനസ് ട്രാക്ക് ഇല്ലെന്നത്. ട്രാക്കോ? ബിസിനസ് ലാക്ക്. എന്തത്? എടാ ബിസിനസ് അതായത് നമ്മളിപ്പോ ഈ ജോത്സ്യനെ കൊണ്ട് നമുക്കൊന്നും അറിയില്ലല്ലോ, ഏലസിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. നമ്മളൊരു നല്ല ജോത്സ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇത് ഈ മനുഷ്യന് കൊണ്ടേ കൊടുത്ത് ഇയാൾ അവിടെ കൊടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പൊ ഇയാൾ 10 പേരോട് പറഞ്ഞു കൊടുക്കും ഇന്നാളെ പോയി കണ്ടാൽ മതി കേട്ടോ, നല്ല നല്ല കൈപ്പുണ്യാന്ന് സംഭവം ശരിയാ. അപ്പൊ എല്ലാവരും നമ്മുടെ അടുത്ത് വരൂലേ. അപ്പൊ പക്ഷെ പൈസ ഇപ്പൊ മറ്റേ സ്വാമി കൊടുക്കണ്ടേ? വേണ്ട, അയാൾ 10,000 രൂപയാണ് ഏലസിന് പറഞ്ഞത്. ഞാൻ ഈ മണ്ടനോട് 35,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരുടെ ഓരോരോ വിശ്വാസങ്ങളെ അല്ലേ അതൊക്കെ പറഞ്ഞിട്ട്. ഹലോ സന്യാസിസ്, ഹൗ ആർ യു? ഫൈൻ. യു നോ മീ? അണ്ടർസ്റ്റാൻഡ്? വെറുതെ ഇംഗ്ലീഷ് ഇട്ട് അലക്കണമെന്നല്ല, സ്വാമിക്ക് ഒരു പിടുത്തം കിട്ടൂല, അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നാ മനസ്സിലായില്ല? എവിടെയോ കണ്ട് നല്ല പരിചയമുള്ള പോലെ. അമ്പടെ കള്ള സണ്ണിക്കുട്ട. അല്ല 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 സണ്ണിയല്ലേ? സണ്ണിയല്ലെന്ന് എന്നാ മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ല? മനസ്സിലായില്ല? ആർക്കൊന്നും മനസ്സിലായില്ല? മനസ്സിലായോ? മനസ്സിലായില്ല? ആരാന്ന് പറയുന്നേ? മനസ്സിലായില്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാന്ന് പറ. അല്ലല്ലോ, എന്നോട് തന്നെ ഇങ്ങനെ ഞാൻ ചോദിച്ചോണ്ടിരുന്ന ഞാൻ ആരെന്ന് ഞാൻ എങ്ങനെ മറന്നു പോകുന്നു, പെട്ടെന്ന് മറന്നു പോകും. സ്ഥലം വന്ന മാറിപ്പോയതാണ്. എന്താണാവോ? ഞാൻ ഭയങ്കര സംവിധായകനാ. എന്തിന്റെ? സിനിമയുടെ. ആണോ? സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒട്ടനവധി സിനിമകൾ സംവിധാനം ചെയ്തു. എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? അടുത്തും കൂടെ ചെയ്യാനുള്ളതും കൂട്ടി പറയുവാണെങ്കിൽ രണ്ടാമത്തെ സിനിമ. ആദ്യത്തെ സിനിമ എങ്ങനെ? ആദ്യത്തെ സിനിമ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ രണ്ടഭിപ്രായം വന്നു. രണ്ടഭിപ്രായം വന്നു. എന്താ അഭിപ്രായം? ഒന്നാമത്തെ അഭിപ്രായം മോശമാണ്, ഒരഭിപ്രായം. രണ്ടാമത്തത് മോശമല്ലേ, അങ്ങനെ ഒരു അഭിപ്രായം. നല്ലതാ. അതുകൊണ്ട് പടം അങ്ങ് ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നത്? ഈ ആ പടത്തിന് ടൈറ്റിലിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുണ്ടേ, ജനങ്ങൾ തിയേറ്ററിൽ കാണാൻ വരുന്നില്ല. അയ്യോ, അതെന്താ പേര്? പേരിട്ടെന്താ? പേര് ഇന്ന് പ്രദർശനം ഇല്ല. ഇന്ന് പ്രദർശനം ഇല്ല, പടത്തിന് പേരിട്ട്. ജനങ്ങൾ കാണാൻ വേണ്ടി വന്നപ്പോ തിരിച്ചുപോയി. നന്നായി. അത് കുഴപ്പമില്ല. ഇനി ഞാൻ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യാൻ പോലെ. ഏതാ? വാവുലിക്ക് ശേഷം പുതിയതായിട്ട് ചെയ്യാൻ പോകും. ഏത് വാവുലി? ഏത്? വാവുലി മറ്റേ പിതൃക്കൾക്കൊക്കെ മറ്റേത് കൊടുക്കണം. അതല്ലെന്ന്. വാവുലി കണ്ടില്ലേ? ഏത് വാവൂലി? നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വാവുലി മനസ്സിലല്ലേ? ഒരു രാജാവൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും പുറകെ കൂടെ ഒരു മൊട്ടത്തലൻ ഒരു കുട്ടപ്പം വന്നിട്ട് ഒരൊറ്റ സിനിമേനെ ബാഹുബലിയാണോ ഉദ്ദേശിക്കുന്നത്? വാവുലി അത് കുട്ടപ്പനല്ല, കട്ടപ്പ. ഏത് പിള്ളേർക്ക് വരെ അറിയാലോ അത്. കട്ടപ്പായാലും കുട്ടപ്പായാലും കുത്തിക്കൊന്ന് ചത്തുപോയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ അടുത്ത പടം ചെയ്യുന്നേ ഒരു ബ്രഹ്മാണ്ഡമായ ചിത്രമാണ് ചെയ്യാൻ ആണല്ലേ? ഭയങ്കരമായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കോ. ഇതിന്റെ കഥ എങ്ങനെ? ആരാ? എം ടി വാസുദേവൻ നായർ? അല്ലല്ല, MT ശൂന്യമാണോ? ഒന്നും ആയിട്ടില്ല. ഞാൻ വന്നേ വന്നതിന്റെ ഉദ്ദേശം പറയൂ. ആദ്യത്തെ പടം അങ്ങനെ പോയല്ലോ. ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്ന പടം ഓടണം. ഓടും ഓടിച്ചാലോ? നമുക്ക് ഓടിക്കും. ഓടിക്കാം തിരുമേനി. ഓടും, കുഴപ്പമില്ല. ശരിക്കും നോക്കിയത് ഓടൂലോ. അപ്പൊ അതിന് ഒരു 1.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. 1.5 ലക്ഷം രൂപ ഒരു കുഴപ്പമില്ല, ആളുകളില്ല. എത്ര രൂപ വേണമെങ്കിലും നമ്മൾ ഇറക്കും. നമുക്ക് ഓടിയാൽ മതി. പടം ഒരു 50,000 രൂപ അഡ്വാൻസ് വെച്ചിട്ട് പൊക്കോളൂ. എത്ര? 50,000 രൂപ അഡ്വാൻസ് വെച്ചിട്ടേ പൊക്കോളൂ. 50,000 രൂപ സിമ്പിള്. ഗഡുക്കളായിട്ട് തന്നോ? ഇതിന് ഇൻസ്റ്റാൾമെന്റിന്റെ പരിപാടി, അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. കാർഡാണെങ്കിലും വലിച്ചാലെടുക്കും, കാശില്ലെങ്കിൽ ഇല്ല. അല്ലാത്ത പരിപാടി ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു 25,000 മതി. പെട്ടെന്നായിക്കോട്ടെ. തന്നേക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഓടി മതി. ഓടിക്കും. ഓടണം. ഓടിക്കോ. ഓടിക്കോട്ടെ. ഓടാലോ? അല്ല നിങ്ങൾ ഓടും എന്നാ ഓക്കെ. അല്ല ഓടും. പിന്നെ കാലം ചങ്ങല വല്ല ഉണ്ടോ നോക്കണം കേട്ടോ. ഓടും.
ഓടണല്ലോ. ഓടും നീ ഓടും ഓടും. പ്രാന്തൻ അല്ല ഓടാം, അങ്ങനെ ഓടാം. ഓടാല്ലേ? ഓടും. താൻ ബോർഡ് വല്ലതും മാറ്റി എഴുതിയിട്ടുണ്ടോ? ഭ്രാന്താശുപത്രി എനിക്കറിയാൻ പാടില്ല. കണ്ട പാതയല്ല ഇതിനകത്തോട്ട് കയറി വരുവാണല്ലോ എന്റെ അയ്യടാ. ദൈവമേ. ഓ, ശാശാനെ, മറ്റേ പുള്ളി നേരിട്ട് തിരിച്ചു വരണം. സീരിയസ് ആയിട്ട് മറ്റേ ആ കൃഷിയുടെ ഞാൻ പറഞ്ഞില്ലേ തകിട് മാരിയുണ്ടോ? ഭാര്യയല്ല അവളെ ഉറക്കി കിടത്തിട്ടാ വന്നേ. നന്നായി. ആ, പിന്നെ ആ കൃഷിയുടെ 30,000 രൂപയുടെ ഒരു തകിട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചോട്ടുണ്ട്. ആ ഇതാ കൊണ്ടുപോട്ടെ. അങ്ങനെ അങ്ങോട്ട് തരാൻ പറ്റില്ല. അതിനാ അതിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പൂജ ചെയ്യണോ ഇനി? ആ ആഹാ. എന്നാലേ അതിനൊരു ശക്തി ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ തകിട് കിട്ടണം. തകിട് തരാം. തകിട് എല്ലാം തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വിടുള്ളൂ. ഞാൻ പൂച്ചക്കുള്ള കാര്യങ്ങൾ ഒരുക്കട്ടെ എന്നെങ്കിൽ. പൂച്ചക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശരിയാക്കുക കേട്ടോ. നമുക്ക് കൃഷി അപ്പൊ എന്താ നമുക്ക് ചെയ്യേണ്ട എന്താണ് സംഭവം? നമുക്ക് ഈ കൃഷി നമുക്ക് അഭിവൃദ്ധി വേണം. അതിനകത്തുനിന്ന് നമുക്ക് വിളവെടുത്തിട്ട് നമുക്ക് ഗൾഫിലേക്ക് അയച്ചിട്ട് ഇഷ്ടം പോലെ പണം വേണം. ആണല്ലേ? അതിനാ 30,000 രൂപയുടെ തകിട് ഞാൻ പറഞ്ഞു. തകിട് റെഡിയാക്കേണ്ടത്. അപ്പൊ ഈ കൃഷി ചെയ്യുന്ന സ്ഥലം തൊഴുത് ഇതൊക്കെ മറിച്ചിട്ടുണ്ടോ? ഇല്ല മറിച്ചിട്ടില്ല. വിത്ത് വിതച്ചിട്ടുണ്ടോ? ഇല്ല. അതുമില്ലേ? അല്ല മന്ത്രത്തിൽ കൂടെ ഇതെല്ലാം വളരണം. ഒഴിച്ച് വിട്ടിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം. തകിടും മേലാണ് സാധനം വളരേണ്ടത്. വളരണം. തകിട് അല്ലേ? നീ തകിട് വേണം. തകിട് കിട്ടണം. കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ എത്രയുണ്ട്? കുട്ടികൾ 2 പേര്. അതും തകിടിലാണോ? അല്ല ഇത് മന്ത്രത്തിൽ എനിക്ക് അതെ പണിയെടുക്കാൻ വയ്യ അല്ലേ? അതെ. അത് ശരിയാക്കാട്ടോ. ശരിയാക്കണം. നമുക്ക് പൂജയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡിയായി. ഇങ്ങോട്ട് ഇരുന്നോളൂ. ഇവിടെ ഇരിക്കണം അല്ലേ? അവിടെ ഇരിക്കാം. ചമ്രം പഠിച്ചിരുന്നോളൂ. ശമ്പളം പണിഞ്ഞിരിക്കുക കേട്ടോ. തിരുമേനി, രാശി അങ്ങോട്ട് നോക്കാം. രാശി നോക്കാം. ആദ്യം തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർമ്മങ്ങളൊക്കെ നടത്താളാണേ. നോക്കിക്കോളൂ. നോക്കിക്കോളൂ. കണ്ടോ? 12 കറക്കം കറങ്ങി തെക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കണ കണ്ടോ? ആണോ? ഭയങ്കര രാശിയാട്ടോ. പൊങ്ങണ്ടോണേ. 32 കറക്കം കറങ്ങി കിഴക്ക് പടിഞ്ഞാറായിട്ട് നിൽക്കും. ഇത് എന്നാ പണിയാ കാണിക്കേ? ഇത് മത്സരമല്ലയോ? മത്സരോ? രാശി നോക്കിയതാണെന്ന്. എന്റെ രാശി നോക്കിയതാ. അങ്ങനായിരുന്നോ? ഈ തേങ്ങ എടുത്ത് മാറ്റിക്കോ അല്ലെങ്കിൽ തലക്കല്ല. തകിട് നീ കാണണം. തകിട് കാണിച്ചു തരാം. 30,000 രൂപ മുടക്കുന്ന എനിക്ക് തകിട് കാണിച്ചിട്ട് ബാക്കി പരിപാടി മതി. അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുത്തണമെന്ന്. അന്തരീക്ഷത്തിൽ വരുത്തോ? കണ്ണടച്ച് പിടിക്കുക. ആണോ? അയ്യോ കണ്ണടച്ച് കൈ കൂപ്പി പ്രാർത്ഥിക്കുക. അന്തരീക്ഷത്തിൽ നിന്ന് വരും. തകിട് വരും. അന്തരീക്ഷത്തിൽ നിന്ന് വരും. ഓക്കെ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കാം. നന്നായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വരട്ടെ. തകിട് വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അന്തരീക്ഷത്തിൽ നിന്ന് വരണമെന്ന് പ്രാർത്ഥിച്ചോ പറഞ്ഞു കേട്ടോ. നല്ല പറഞ്ഞോ. കണ്ണോർന്നു നോക്കുക. കണ്ടോ? കണ്ടു. പിന്നെന്താ ഒരു നാണം? ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെ നാണിക്കായിരിക്കും? ആ പുള്ളിയുടെ തുണി നേരായിട്ടിരിക്കാൻ പറ. തകട നോക്കാൻ. ഇവിടെ ഇവിടെ ഇതാ അവിടെ ആയിരുന്നോ? എടുത്തോട്ടെ. ഇത് അങ്ങനെ എടുക്കാൻ പാടില്ല. പാടില്ലല്ലേ? പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ പൂജ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടേ ഞാൻ കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞുതരാം. താങ്കൾ അത് ഏറ്റു ചൊല്ലുക കേട്ടോ. ഓം 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 ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം. പനിയാ വരത്തില്ല. ആര്? ശശിയുടെ കാര്യം പറഞ്ഞില്ലേ? പനിയായിട്ട് കിടക്കുവാ, വരത്തില്ല. ശശിവർണം. ശശി വരത്തില്ലെന്ന് അവിടെ അഡ്മിറ്റ് ആന്ന്, വരത്തില്ല. ഇവിടെ തിരുമേനി മന്ത്രം ചൊല്ലിയത് അത് മാത്രം ശ്രദ്ധിക്കുക. വേറെ കാര്യങ്ങളെന്നൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാ. മന്ത്രം ചൊല്ലിയതാ. അതങ്ങ് ഏറ്റു ചൊല്ലിയാ മതി. അത് എല്ലാം പറയുന്ന ചൊല്ലണം. ഓക്കെ തുടങ്ങാം. ചതുർഭുജം പ്രസന്നവദനെ പഴമെടുക്കരുത് തന്നോടല്ല ഇവിടെ പറഞ്ഞതാ പുല്ല് ഞാൻ ഇട്ടെറിഞ്ഞിട്ട് പോകും. എന്റെ പാട്ടിൽ ഞാൻ മന്ത്രത്തിനിടയ്ക്ക് പുല്ലെന്നൊക്കെ പറയുന്നു. ഇത് പഴം എടുക്കാൻ നോക്കുന്നു. ആര്? രാവിലെ തൊട്ടിരിക്കണം വിശന്നിട്ടാ. ഒരു പഴം. ഞാൻ തെക്ക് വടക്ക് വെച്ച സാധനമല്ലേ അത് പഴം എടുത്തല്ലെന്ന്. ഒരു കാര്യം ചെയ്തോണ്ടോ, കിഴക്ക് പടിഞ്ഞാറ് അടിക്കുന്നത് ഈ സാധനം ദോഷം കിട്ടും. ഇങ്ങോട്ട് തിരിച്ചു വെക്കും. അത് വെച്ചാ ഇത് വല്ലതും നടക്കുമോ? എന്റെ തകിട് കിട്ടുമോ? ധൈര്യമായിട്ടിരിക്കുക. ഇനി ഞാൻ പറയണ അങ്ങോട്ട് ഏറ്റുമല്ലുക. ഇനി ഏറ്റുമല്ലണം. ഓം ഓം ഭരതം 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 പ്രജല 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 കഴിഞ്ഞു കഴിഞ്ഞു. പൂജ കഴിഞ്ഞു. കണ്ണു തുറന്നോളൂ. കഴിഞ്ഞോ? അപ്പൊ എടുത്തോട്ടെ. കംപ്ലീറ്റ് അങ്ങനെ എടുക്കാൻ പാടില്ല. ഇതിനി ഞാൻ അങ്ങ് എടുത്ത് കയ്യിലേക്ക് തരും.
കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ മിണ്ടാതെ ഉരിയാടാതെ നിങ്ങളെ പറമ്പിൽ കൊണ്ടേ കുഴിച്ചു മുടണം. കുഴിച്ചിടണം. എന്നാലേ നമുക്ക് ഈ കൃഷികളൊക്കെ ഉണ്ടാവുള്ളേ. അപ്പൊ ഇത് എടുത്തിട്ട് ഉരിയാടിയാ കുഴപ്പമുണ്ടോ? മിണ്ടിയാ കുഴപ്പമുണ്ടോ? മിണ്ടിയ പ്രാന്ത് വന്ന് നാശമായി പോകട്ടോ. എന്റെ ദൈവമേ, ഞാൻ എടുക്കത്തില്ല, എനിക്ക് വയ്യ. എനിക്ക് പേടിയാ, എനിക്ക് വയ്യ. എന്റെ പറമ്പിൽ താനല്ലേ കൊണ്ടേ കുടിച്ചിട്ടുണ്ടേ. അല്ല എനിക്ക് പേടിയാ. ഒരു കാര്യം ചെയ്യ്, തിരുമേനി തന്നെ അത് എടുത്തോണ്ട് അതിനാ ഞാനില്ല. അതിനാ ഇത് ചെയ്ത എക്സ്ട്രാ പൈസ തരാമെന്നെ. എന്ത് തരാന്ന് പറഞ്ഞാലും ഞാനിത് തൊടൂല. ഒരു വിവരമില്ലല്ലേ? ഇങ്ങനെ എക്സ്ട്രാ പൈസ തരാന്ന് പറഞ്ഞല്ലോ, സാധനം എടുക്കാൻ കൊണ്ട്. എടാ ചെറുക്കാൻ, ഞാൻ ചെയ്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് മറ്റേ പുള്ളി ചെയ്തത് പറഞ്ഞ പോലെ വലിച്ചിരിക്കും. രൂപ കിട്ടുന്ന സമയമാണ്. ചുമ്മാ അതൊന്നും പറഞ്ഞ് കളയില്ല. പൈസ തരാമെന്ന്. ഏതായാലും അങ്ങോട്ട് എടുത്തോളൂ. എടുത്തേക്കാം. പൈസ പൈസക്ക് ആവശ്യമുള്ളല്ലേ? അപ്പൊ 35,000 രൂപ ഇതിന്റെ തകിടിന്റെ തരാം. 15 രൂപ ഇത് എടുക്കുന്നതിന് തരണം കേട്ടോ. അപ്പൊ ഞാനിത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ 50,000 രൂപ എന്റെ ശിഷ്യന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തേക്കണം. കൊടുക്കും, അന്നേരം തന്നെ കൊടുക്കും. അന്നേരം റെഡി ക്യാഷ് കൊടുത്തേക്കണം. കൊടുക്കാവുന്നേ. പിന്നെ തരാന്നൊന്നും പറയരുത്. ഇല്ലെന്ന്. പിന്നെ തുടങ്ങാം. എടുത്തു കഴിഞ്ഞാൽ അവനെ പൈസ കൊടുക്കണം. എന്നാ നമുക്ക് ആ ഭക്തിയോടുകൂടി തന്നെ എടുത്തേക്കാം. കയ്യെന്നാ പറ്റി? ചൊറിയുന്നോ? ആ 5 മുട്ട മേടിച്ചോണ്ട് വരണം. അത് പറയണ്ടല്ലോ അല്ലേ? എന്തോ ഈ പുള്ളി പറയുന്നേ? ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അവിടെ വെള്ളമൊക്കെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോകും. എന്തുവാ ഇമാർക്ക് എന്നാടാ പ്രാന്ത്? എന്തുവായി പറയുന്നേ? എടാ പൊട്ടാ, ഞാനല്ലേ എതിർത്തിരിക്കുന്നത്. ഞാൻ സംസാരിച്ചാലും കുഴപ്പമുള്ളൂ, നിനക്ക് സംസാരിച്ചാൽ കുഴപ്പമില്ല. ചോദിക്കണം അങ്ങോട്ട്. അത് ശരിയുള്ളൂ. സംസാരിച്ചു. ഇതാ പറയണത്, കൊടുത്താ കൊല്ലത്തും കിട്ടും. എങ്ങനെ?